ചെയർമാൻ അടക്കം 21 അംഗങ്ങൾ അടങ്ങുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദർ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ചെയർമാനും അംഗവുമാകാം. പിന്നെ അങ്ങോട്ട് സുഖജീവിതമല്ലേ. ആദ്യം PSC ചെയർമാന്റെ കാര്യം. അടിസ്ഥാന ശമ്പളം മാത്രം 76,450 രൂപ. PSC അംഗത്തിന് കുറവൊന്നുമല്ല. 70,290 രൂപയാണ് ശമ്പളം. DA കേട്ടാൽ കണ്ണു തള്ളും. 223%, അതായത് അടിസ്ഥാന ശമ്പളത്തേക്കാൾ വലിയ DA, 2.25 ഇരട്ടി. 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ ശമ്പളം ചെയർമാനും അംഗങ്ങൾക്കും കയ്യിൽ കിട്ടും. അതെങ്ങനെയാണെന്നോ? ചെയർമാന് താമസിക്കാൻ സർക്കാർ വീട് നൽകും. അംഗങ്ങൾക്ക് വീടില്ലെങ്കിൽ എന്ത്, വീട്ടുവാടകയായി പ്രതിമാസം 10,000 രൂപ കിട്ടും. പിന്നെ കൺവെയൻസ് അലവൻസായി 5,000 രൂപയും. ഇനി കാറിന്റെ കാര്യമാണ്. വല്ലാത്ത സൗകര്യങ്ങളാണ്. ആ കസേരയിലൊന്നിരിക്കാൻ ആരെയും മോഹിപ്പിക്കും. ചെയർമാന് PSCയുടെ കാറുണ്ട്. അംഗങ്ങൾക്ക് കാർ വാങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും. കാർ കിട്ടിയാലോ പവർഫുൾ യാത്രയാണ്. സ്വകാര്യ കാറിൽ PSCയുടെ കൊടി വെച്ച് ഡ്രൈവറെ വെച്ച് യാത്ര ചെയ്യാം. ഡ്രൈവറുടെ ശമ്പളം സർക്കാർ കൊടുത്തോളും. കിലോമീറ്റർ 1-ന് 15 രൂപ ബത്തയും കിട്ടും. ഇനി PSCയുടെ ഈ പടി ഇറങ്ങിയാലോ? ഒട്ടും നിരാശ വേണ്ട. റിട്ടയർമെന്റ് ജീവിതം സുഖമാണ്. 6 വർഷമാണല്ലോ PSCയിലെ സേവനകാല പരിധി. ചുമതല ഒഴിയുന്നതിന്റെ പിറ്റേ മാസം മുതൽ പെൻഷൻ കിട്ടും. പ്രായവും കാലാവധിയുമൊന്നും പ്രശ്നമല്ല. അതിപ്പോൾ 6 വർഷമാണെങ്കിലും ഒരു ദിവസമായാലും ആനുകൂല്യം ഗ്യാരണ്ടിയാണ്. അടിസ്ഥാന ശമ്പളത്തിന്റെ 45% പെൻഷൻ. DA കൂടിയാകുമ്പോൾ 6 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ഒരു അംഗത്തിന് 40,000-ലധികം രൂപ പെൻഷൻ ലഭിക്കും. പിന്നെ സർക്കാർ പെൻഷൻകാരെ പോലെ 56 വയസ്സ് വരെ കാത്തിരിക്കേണ്ട. ഒരിക്കൽ അംഗമായാൽ പിന്നെ മരണം വരെ സർക്കാർ ചികിത്സാ ചെലവുകൾ വഹിക്കും. ഇത്രയൊക്കെ കിട്ടുമ്പോഴും 2006-ന് ശേഷം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയില്ല എന്ന കാരണം പറഞ്ഞ് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എങ്ങനെയും PSC അംഗമാകണമെന്ന താല്പര്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. 62 വയസ്സ് പൂർത്തിയാകാത്ത ബുദ്ധിസ്ഥിരതയുള്ള ഒരാളായിരിക്കണം. അതായത് പ്രത്യേകിച്ച് വലിയ യോഗ്യതയൊന്നും വേണ്ട. പിന്നെ നല്ല രാഷ്ട്രീയ പിൻബലം വേണം. അതാണെങ്കിൽ ഒരു യോഗ്യതാ മാനദണ്ഡമായി പറയാനും പറ്റില്ല. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.